ഹലോ ഗേസ്, നമ്മളങ്ങനെ ഇന്ന് രാവിലെ തന്നെ ഐഹോളയിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങാൻ കേട്ടോ. നമ്മൾ ഇന്നലെ രാത്രിയിലാണ് ഐഹോളയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ഐഹോള ടെമ്പിൾ കോംപ്ലക്സിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഐഹോള എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ. പോകുന്ന വഴിയിലൊക്കെ തന്നെ ധാരാളം കൃഷിയിടങ്ങളും കാളവണ്ടികളൊക്കെ ഉണ്ട്. മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ കാണാൻ സാധിച്ചത്. നമ്മുടെ 17 ദിവസത്തെ ബൈക്ക് യാത്രയിൽ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കണ്ട. അങ്ങനെ നമ്മൾ ഐഹോള ടെമ്പിൾ കോംപ്ലക്സിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാനുണ്ട്. ഒരാൾക്ക് 25 രൂപയാണ് ടിക്കറ്റിന് വരുന്നത്. ഐഹോള ടെമ്പിൾ കോംപ്ലക്സ് എന്ന് പറയുന്നത് കർണാടകയിലെ ബഗൽകോട്ട് ജില്ലയിലെ ചരിത്രപൂർണ്ണമായ ഐഹോള ക്ഷേത്ര സമുച്ചയമാണ്. ഇത് ഇന്ത്യൻ ക്ഷേത്ര ശില്പകലയുടെ പാഠപുസ്തകം എന്നതിനെ വിശേഷിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ 100-ലധികം പുരാതന ഹിന്ദു, ജൈന, ബുദ്ധ ക്ഷേത്രങ്ങളുണ്ട്. എല്ലാം ചേർന്ന് ദക്ഷിണേന്ത്യൻ ക്ഷേത്ര വാസ്തുവിദ്യയുടെ ജന്മസ്ഥലമായിട്ട് ഐഹോളയെ കാക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ദുർഗ ടെമ്പിളിലേക്കാണ് കേട്ടോ. ഐഹോളയിലെ ഏറ്റവും പ്രശസ്തവും മനോഹരമായിട്ടുള്ള ക്ഷേത്രം തന്നെയാണ് ദുർഗാ ക്ഷേത്രം എന്ന് പറയുന്നത്. പേരിൽ ദുർഗ എന്നുള്ളത് കൊണ്ട് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാകാറുണ്ട് അത് ദുർഗാദേവിക്ക് സമർപ്പിച്ചൊരു ക്ഷേത്രമാണെന്ന്. പക്ഷേ വാസ്തവത്തിൽ ഈ ദുർഗ എന്നത് ദുർഗം അഥവാ കോട്ട എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. ഈ ക്ഷേത്രം ഒരിക്കലും കോട്ട മതിലുകൾക്കുള്ളിൽ ആയിരുന്നു എന്നതുകൊണ്ടാണ് ഈ ഒരു പേര് വന്നത്. ഈ ക്ഷേത്രം ക്രിസ്തുവർഷം 7-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ 8-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെയുള്ള കാലഘട്ടത്തിൽ ചാലൂക്യ രാജവംശ ഭരണകാലത്ത് നിർമ്മിച്ചതാണ്. ചാലൂക്യ രാജാക്കന്മാരിൽ പുലകേശി രണ്ടാമനും വിജയാദിത്യ ഒന്നാമനും ഇടയിലായിരിക്കാമെന്നാണ് ചരിത്രകാരന്മാർ കരുതുന്നത്. ദുർഗാക്ഷേത്രം വേസര ശൈലിയിലുള്ള ഒരു പ്രധാന ഉദാഹരണമാണ്. അതായത് ഉത്തരേന്ത്യൻ നാഗര ശൈലിയുടെയും ദക്ഷിണേന്ത്യൻ ദ്രാവിഡ ശൈലിയുടെയും സംയോജനമാണ് ഈ ക്ഷേത്രം എന്ന് പറയാൻ സാധിക്കും. ക്ഷേത്രത്തിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ അർദ്ധവൃത്താകൃതിയിലുള്ള പിൻഭാഗമാണ്. ചിലപ്പോൾ ഇതിനെ ഗജപ്രസ്ഥ ആകൃതി എന്നും വിളിക്കപ്പെടാറുണ്ട്. കാരണം അതിന് ആനയുടെ പുറം പോലെ വളഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് ഒരു കൊളോണൈഡ് വഴിയുള്ള പ്രദക്ഷിണ പാതയുണ്ട്. ഇതിലൂടെ നമുക്ക് ദേവപ്രതിഷ്ഠയെ ചുറ്റി പ്രദക്ഷിണം ചെയ്യാൻ കഴിയും. അതാണ് കേട്ടോ ഈ കാണുന്നത്. ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹം ഭാഗത്ത് പ്രധാന ദേവതയായ വിഷ്ണുവിനെയോ ശിവനെയോ സമർപ്പിച്ചിരിക്കുന്നതായിരിക്കും എന്ന് ഗവേഷകർ കരുതുന്നുണ്ട്. കാരണം ഇവിടെ ക്ഷേത്രത്തിൽ ഇരുവരുടെയും ശില്പങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ മുന്നിലെ മണ്ഡപത്തിൽ പുഷ്ടമായിട്ടുള്ള തൂണുകളും അതിൽ കൊത്തിയ വ്യത്യസ്ത ദേവതകളുടെ ശില്പങ്ങളും നൃത്തഭംഗികളും യുദ്ധദൃശ്യങ്ങൾ എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലെ ശില്പങ്ങൾ ചാലൂക്യ ശില്പികളുടെ പ്രതിഭയാണ് തുറന്നു കാണിക്കുന്നത്. തൂണുകളിലും മതിലുകളിലും കൊത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ വളരെ സമൃദ്ധമാണ്. അതിൽ മഹിഷാസുരമർദ്ദിനി ദുർഗയുടെ രൂപം, പിന്നെ നരസിംഹാവതാരം, ശിവനും പാർവതിയും ഗണപതിയും കാർത്തികേയനും തുടങ്ങിയവർ, പിന്നെ യുദ്ധരംഗങ്ങൾ, ദേവതാ രൂപങ്ങൾ, മകുടങ്ങൾ എന്നിവയെല്ലാം തന്നെ കല്ലിൽ അത്ഭുതകരമായിട്ടാണ് കൊത്തിയിരിക്കുന്നത്. ദുർഗാക്ഷേത്രം കാണുമ്പോൾ ആ കാലത്തെ ശില്പികളുടെ കൃത്യതയും കലാസ്നേഹവും നമ്മെ വിസ്മയിപ്പിക്കപ്പെടുന്നുണ്ട്. ഏകദേശം 1400 വർഷം മുമ്പ് കല്ലിൽ തീർത്ത ഈ കലാസൃഷ്ടി ഇന്നും ഉറച്ചു നിൽക്കുന്നു എന്നത് അതിൻ്റെ മഹത്വം വ്യക്തമാക്കുന്നതാണ്. ഇതൊരു യുനെസ്കോ ടെൻറ്റേറ്റീവ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് പരിഗണിക്കപ്പെട്ടിട്ടുള്ളതാണ്. ദുർഗാക്ഷേത്രം ചാലൂക്യ കാലത്തെ വാസ്തുവിദ്യാ പരിണാമത്തിന്റെ ഉന്നത ഘട്ടത്തിനായിട്ടാണ് പ്രതിനിധീകരിക്കുന്നത്. ഇവിടെ നിന്നാണ് പിന്നീട് പട്ടടക്കലിലെ ക്ഷേത്രങ്ങളും ഹംപി തുടങ്ങിയ സ്ഥലങ്ങളിലെ വാസ്തുവിദ്യാ ശൈലികൾ വികസിച്ചിട്ടുള്ളത്.
അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഐഹോളയിലെ ലാഡ്ഖാൻ ക്ഷേത്രത്തിലാണ്. ഐഹോള ക്ഷേത്ര സമുച്ചയത്തിലെ ഏറ്റവും പഴയതും അത്യന്തം ചരിത്ര പ്രാധാന്യമുള്ളതുമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ലാഡ്ഖാൻ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇത് ക്രിസ്തു വർഷം 5-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ 6-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെയുള്ള കാലഘട്ടത്തിൽ ചാലൂക്യ രാജവംശത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നിർമ്മിച്ചതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇത് ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രവാസ്തുവിദ്യയുടെ ആദ്യ രൂപം കാണാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ്. ലാഡ്ഖാൻ എന്ന പേര് ഒരു പൗരാണിക ശില്പിയുടെ പേരല്ല, അല്ലെങ്കിൽ ഒരു ദേവതയുടെയും പേരല്ല. ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് 18-ാം നൂറ്റാണ്ടിൽ ലാഡ്ഖാൻ എന്ന പേരുള്ള ഒരു വ്യക്തി ഈ ക്ഷേത്രത്തിൽ താമസിച്ചിരുന്നത് കൊണ്ടാണ് ഈ ക്ഷേത്രം അങ്ങനെ അറിയപ്പെടാൻ തുടങ്ങിയതെന്നാണ്. അതിനു മുൻപ് ഇതിന് വേറൊരു പേരുണ്ടായിരിക്കാം, പക്ഷേ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ക്ഷേത്രം ശിവനാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇവിടെ എപ്പോഴും നമുക്ക് ശിവലിംഗവും നന്ദി രൂപവും കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ചില ഗവേഷകർ പറയുന്നത് ആദ്യം ഒരു വാസസ്ഥലമായിരുന്നു ഇതിന്, പിന്നീട് ഒരു ഹിന്ദു ക്ഷേത്രമായിട്ട് പരിണമിച്ചു എന്നുള്ളതാണ് കേട്ടോ. ഈ ക്ഷേത്രം കല്ലുകൊണ്ട് നിർമ്മിച്ച വളരെ ലളിതമായ ചതുരാകൃതിയിലുള്ള ഒരു മന്ദിരമാണ്. ഇത് പോസ്റ്റ് ആൻഡ് ലിൻഡൽ പണിക്കാരന്മാരുടെ പ്രാചീന നിർമ്മാണ രീതിയിലാണ് കേട്ടോ പണിതിട്ടുള്ളത്. അതായത് ഇവിടെ വൃത്തമായിട്ടുള്ള ഗുംബങ്ങളോ ഉയർന്ന ശിഖരങ്ങളോ ഒന്നും തന്നെയില്ല. ക്ഷേത്രത്തിന്റെ ഘടനയിൽ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണുള്ളത്: മുഖമണ്ഡപം, മധ്യമണ്ഡപം, ഗർഭഗൃഹം തുടങ്ങിയവ. ക്ഷേത്രത്തിന്റെ മേൽക്കൂര എന്ന് പറയുന്നത് സമതലത്തിലാണ് ഇട്ടിരിക്കുന്നത്. ടൈലുകളോ ശിഖരങ്ങളോ ഒന്നും തന്നെ ഇതിനില്ല. അതുകൊണ്ട് തന്നെ ഇത് ഗ്രഹരൂപത്തിലുള്ള ഒരു പ്രാചീന വാസ്തുമാതൃകയെ അനുസ്മരിപ്പിക്കുന്നതാണ്. ഈ ക്ഷേത്രത്തിൽ തൂണുകളൊക്കെ തന്നെ വളരെ ലളിതമായതും എന്നാൽ അതിശയകരമായ ശക്തിയോട് കൂടിയുള്ളതാണ്. തൂണുകളിലെയും മേൽക്കൂരയിലും ഒക്കെ കല്ലിൽ തന്നെ കമലപുഷ്പ രൂപങ്ങളും ഗണപതി, കാർത്തികേയൻ, വിഷ്ണു തുടങ്ങിയ ദേവതകളുടെ ചിത്രങ്ങളും കൊത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ഇതിനോട് തന്നെ അടുത്തുള്ള അംബികേരഗുഡി ടെമ്പിൾ കോംപ്ലക്സിലേക്കാണ് കേട്ടോ. ഒന്ന് റോഡ് മുറിച്ച് കടന്നാൽ ഇങ്ങോട്ട് എത്തും കേട്ടോ. ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ ഇത് ക്രിസ്തു വർഷം 7-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ 8-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ, അഥവാ ചാലൂക്യ രാജവംശത്തിൻ്റെ മധ്യകാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ്. ക്ഷേത്രത്തിന് അംബികേരഗുഡി എന്ന പേര് കന്നഡയിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. അംബിക എന്ന് പറയുന്നത് തോണിക്കാരൻ അഥവാ ബോട്ട്മാൻ എന്നാണ്. ഗുഡി എന്നത് ക്ഷേത്രം എന്നാണ്. അതിനാൽ അംബികേരഗുഡി എന്ന അർത്ഥം തോണിക്കാരൻ്റെ ക്ഷേത്രം എന്നാണെന്ന് പറയാം. ഇത് ഐഹോളയിലൂടെ ഒഴുകുന്ന മലപ്രഭ നദിയോട് അടുത്തായിരുന്ന നദീതടത്തിലെ യാത്രക്കാരും തോണിക്കാരുമാണ് ഇവിടെ ആരാധന നടത്തിയിരിക്കുന്നതാണ് കേട്ടോ വിചാരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ വിഗ്രഹങ്ങളൊന്നുമില്ല. വിഷ്ണുവിനോ ശിവനോ സമർപ്പിച്ചൊരു ക്ഷേത്രമായിരിക്കാന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഇതിന് ഊരി അഴിച്ചും ഇവിടെ എത്തിയപ്പോൾ ഏതായാലും ഇങ്ങനെ തന്നെ നടക്കാൻ നിർത്തും. വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് എന്തോ ഒരു സ്ഥലങ്ങളാണെന്നറിയും. ഇത് സത്യം പറഞ്ഞാൽ കണ്ടില്ലായിരുന്നു, പോകുന്ന വഴിക്കാണ് കണ്ടത്. അപ്പോൾ അവിടെ കയറിയത്. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ഐഹോളയിലെ രാവണഫാടി ഗുഹാക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഇത് 6-ാം നൂറ്റാണ്ടിൽ ചാലൂക്യ രാജവംശകാലത്താണ് കേട്ടോ പണിതത്. ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ഐഹോളയിലെ ഏറ്റവും പഴയ ശില്പസൃഷ്ടികളിലൊന്നാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതൊരു റോക്ക് കട്ട് ഗുഹാക്ഷേത്രമാണ്. അതായത് പാറമല കുത്തി തുരന്നാണ് ഇത് പണിതിട്ടുള്ളത്. അകത്ത് കടന്നാൽ നമുക്ക് ഇവിടെ വലിയൊരു മുഖമണ്ഡപവും പിന്നെ ഗർഭഗൃഹവും അതിൽ പ്രധാന ദേവതയായ ശിവലിംഗവും സ്ഥാപിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഗുഹയുടെ മതിലുകളും തൂണുകളും എല്ലാം തന്നെ കല്ലിൽ കൊത്തിയതാണ്. ശില്പങ്ങളിലെ അതിശയകരമായിട്ടുള്ള കലാനൈപുണ്യം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ പ്രധാന ശില്പങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൃത്തം ചെയ്യുന്ന ശിവന്റെ രൂപം, അതായത് നടരാജ രൂപം, പിന്നെ ഗംഗാവതരണം, അർദ്ധനാരീശ്വരൻ, ശിവപാർവതി, ഗണപതി, കാർത്തികേയൻ, നന്ദി തുടങ്ങിയ കൊത്തുപണികളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ രൂപത്തിൻ്റെ മുഖഭാവവും വസ്ത്രവും ആഭരണവും ഒക്കെ തന്നെ വളരെ അതിസൂക്ഷ്മമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ പണിതിരിക്കുന്നത്. കല്ല് കുത്തി തുറന്നിട്ടും അതിൽ ജീവൻ പകരുന്ന ശില്പികളുടെ പ്രതിഭ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അടുത്തവരെ നമ്മൾ പോകുന്നത് ഇവിടെ തന്നെയുള്ള മല്ലികാർജ്ജുന ക്ഷേത്ര സമുച്ചയത്തിലേക്കാണ് കേട്ടോ. ചാലൂക്യ രാജവംശക്കാലത്ത് ഏകദേശം 8-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ക്ഷേത്രം പണിതിട്ടുള്ളത്. ഐഹോളയിലെ ദുർഗാക്ഷേത്രത്തിന് വളരെ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
ഈ ക്ഷേത്രം പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രമാണെങ്കിലും ഇതിനു ചുറ്റും നിരവധി ചെറു ക്ഷേത്രങ്ങളുണ്ട്. അവയെല്ലാം കൂടി ഒരു സമുച്ചയമായിട്ടാണ് ഇവിടെ നിലനിൽക്കുന്നത്. കല്ലിൽ കൊത്തിയിട്ടുള്ള മണ്ഡപങ്ങളും തൂണുകളും ശിലാശോഭിതമായിട്ടുള്ള വാതിലുകളും എന്നിവ അതിസൂക്ഷ്മമായിട്ട് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന് ദ്രാവിഡ നാഗര ശൈലികളുടെ മിശ്രരൂപം കാണാൻ സാധിക്കും. അതായത് ഉത്തരേന്ത്യൻ ദക്ഷിണേന്ത്യൻ ശൈലികളുടെ സംയോജന രൂപമായിട്ടാണ് ഇവിടെ ഉള്ളത്. ഗർഭഗൃഹത്തിൽ ശിവലിംഗം സ്ഥാപിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മതിലുകളിലും തൂണുകളിലും ഒക്കെ തന്നെ മനോഹരമായിട്ടുള്ള ദേവതാ രൂപങ്ങൾ, അതായത് ശിവൻ, പാർവതി, ഗണപതി, കാർത്തികേയൻ, വിഷ്ണു തുടങ്ങിയവരുടെ രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അടുത്തായിട്ട് പോയിട്ടുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഹുച്ചിമുള്ളി ക്ഷേത്രം എന്ന് പറയുന്നത്. ഏകദേശം ചാലൂക്യ വംശകാലത്ത് ഏകദേശം 6-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ക്ഷേത്രം പണിതിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിൽ ശിവലിംഗം സ്ഥാപിച്ചിട്ടുണ്ട്. ചുറ്റും മനോഹരമായിട്ടുള്ള മുഖമണ്ഡപവും നൃത്തമണ്ഡപവും ഉണ്ട്. ഇവിടുത്തെ കൊത്തുപണികൾ ഏവരെയും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് കേട്ടോ. ഈ ക്ഷേത്രത്തിൽ ദ്രാവിഡ ശൈലിയും പ്രാരംഭ ചാലൂക്യ ശൈലിയും സംയോജിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ വിവരങ്ങളെല്ലാം തന്നെ നമ്മൾ ഗൂഗിൾ നോക്കുമ്പോഴായിട്ട് മനസ്സിലായത്. നമ്മൾ പോയ സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അത്ര വലിയ അറിവുണ്ടായിരുന്നില്ല. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ അടുത്തതായിട്ട് ഇനി ഐഹോളയിൽ നിന്ന് പോകുന്നത് പട്ടടക്കലിലേക്കാണ് കേട്ടോ. അപ്പോൾ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കല്ലേ. ഓക്കെ, ബൈ.